ഇത് 2019 നടന്ന ഒരു എന്താണ് മാത്സ് എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. മൂന്നെണ്ണത്തിന് ഉത്തരം ഓരോന്നിനും 2 മാർക്ക്. അപ്പം നമുക്കൊന്ന് നോക്കാം. 13, 23, 33 എന്ന സമാന്തര ശ്രേണി നോക്കുക. അപ്പോൾ 13, 23, 33 എന്ന് പറയുന്ന ആ ശ്രേണി നോക്കിയിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ പൊതുവ്യത്യാസം എന്താണ്? ശരിയല്ലേ? അപ്പോൾ പൊതുവ്യത്യാസമാണ് ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് പൊതുവ്യത്യാസം കാണാൻ അറിയാം. എങ്ങനെയാണ്? ഈ ശ്രേണിയിലെ അടുത്തടുത്ത 2 പദങ്ങൾ എടുക്കണം. ആ പദങ്ങളുടെ വ്യത്യാസത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പൊതുവ്യത്യാസം എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് 13, 23, 33 ഇങ്ങനെ പോകുന്ന സീരീസാണ്. ശരിയല്ലേ? ഇതിനകത്ത് അടുത്തടുത്ത പദമാണ്. ഈ 13, 23 അടുത്തടുത്ത പദങ്ങളാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ 23 മൈനസ് 13 സമം 10. പിടികിട്ടിയോ? ഈ രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദമാണ് മൈനസ് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും അങ്ങനെ ചെയ്യാവുള്ളൂ. രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദം. ഇത് രണ്ടുമാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെ ചെയ്യും? മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കണം. അതായത് 33 മൈനസ് 23. പിടികിട്ടിയോ? അന്നേരവും നമുക്ക് 10 കിട്ടുന്നത്. ക്ലിയർ ആണോ? അപ്പം സ്റ്റെപ്പ് എഴുതുമ്പം ഒറ്റ സ്റ്റെപ്പ് എഴുതിയാൽ മതി. പൊതുവ്യത്യാസം = 10 എന്നങ്ങ് എഴുതിയാൽ മതി. ഇതൊന്നും കാണിക്കണമെന്നില്ല. കാരണം 1 മാർക്കേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും വലിയ സ്റ്റെപ്പൊന്നും കാണിക്കണമെന്നില്ല. അപ്പം മനസ്സിലായില്ലേ? പൊതുവ്യത്യാസം കാണാൻ ഒരു ശ്രേണിയിലെ അടുത്തടുത്ത 2 പദങ്ങളുടെ വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ചോദ്യം കിട്ടി, 1 മാർക്കായി. അടുത്ത ബി ചോദ്യം. ഈ ശ്രേണിയിലെ ആദ്യത്തെ 3 അക്ക സംഖ്യ ഏതാണ്? ഈ ശ്രേണിയിലെ ആദ്യത്തെ 3 അക്ക സംഖ്യ ഏതാണ്? അപ്പോൾ നമുക്ക് നോക്കാം. 3 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യക്കകത്ത് 3 അക്കങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പം 100 ഒരു 3 അക്കമാണ് കണ്ടോ. 1, 2, 3. അതേസമയം 99 അത് 3 അക്കമല്ല, അത് 2 അക്കേ ഉള്ളൂ. 9, 9. പിടികിട്ടിയോ? അപ്പോൾ 3 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 100 ആണ്. അതേസമയം ഈ ശ്രേണിയിൽ ഇങ്ങനെ കൂടി പോകുന്ന ശ്രേണിയിലെ എന്താണ് 3 അക്ക സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തോ 3 അക്ക സംഖ്യ ആദ്യം വരുന്ന 3 അക്ക സംഖ്യയാണോ? ഈ ശ്രേണിയിലെ ആദ്യത്തെ 3 അക്ക സംഖ്യ. അതായത് നമ്മളിങ്ങനെ 13, പിന്നെ 10 കൂട്ടി 23, പിന്നെയും 10 കൂട്ടി 33, പിന്നെയും 10 കൂട്ടി 43, ഇങ്ങനെ കൂട്ടി പോകുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്തൊരു 3 ഡിജിറ്റുള്ള സംഖ്യ വരും. ഇത്തരം 100 കഴിഞ്ഞോ അല്ലെങ്കിൽ 100 തൊട്ട് അങ്ങോട്ടുള്ള ഏതെങ്കിലും ഒരു സംഖ്യ ഇവിടെ വരും. അപ്പോൾ ആ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ 100 ആണ്. അപ്പോൾ നമ്മൾ ഈ 100നെ 10 കൊണ്ടങ്ങ് ഹരിക്കണം. അപ്പോൾ ഒരു 10 10. വീണ്ടും ഒരു 10 × 10 ചെയ്യാം. 10 × 10 100 എന്നെടുക്കാം. കണ്ടോ? അപ്പോൾ ശിഷ്ടം എന്തായിപ്പോയി? 0 ആയിപ്പോയി. പിടികിട്ടിയോ? അത് അപ്പോൾ 0 അല്ല. ഈ ശിഷ്ടം നമുക്ക് 0 അല്ല വരണ്ടേ. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതായത് ഇവിടെ 13നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 10 10, ശിഷ്ടം 3 ഉണ്ടാവും. ശിഷ്ടം എത്ര വരണം? 3 വരണം. ഇനി 23നെ എടുത്തു വെച്ച് നോക്കി. 23 അടുത്ത സംഖ്യയല്ലേ. ഇപ്പോൾ 23നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 10 × 2 20 വരും. ശിഷ്ടം എത്ര വരണം? 3 വരണം. കണ്ടോ? അപ്പം 13നെ ഹരിച്ചാലും
23-നെ ഹരിച്ചാലും ഇനി 33-നെ ആയിക്കോട്ടെ 43-നെ ആയിക്കോട്ടെ ഇതിനെല്ലാം 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരും? 3 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഈ 0 കിടക്കുന്നിടത്തും ശിഷ്ടം എത്ര വന്നാൽ മതി? 3 വന്നാൽ മതി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വരണ്ട 0 എത്ര ആയിട്ട് മാറണം? 3 ആയിട്ട് മാറണം. അതുകൊണ്ട് 0യോട് എത്ര കൂട്ടണം? 3 കൂട്ടണം. പിടികിട്ടിയോ? അപ്പോൾ നമുക്ക് ഈ 100-നോടും 3 കൂട്ടേണ്ടി വരും. പിടികിട്ടിയോ? അതായത് ഈ കിടക്കുന്ന ശിഷ്ടത്തോട് എത്ര കൂട്ടിയാലാണോ 3 കിട്ടുന്നത് അതേ സംഖ്യ എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്കറിയാവുന്ന മൂന്നക്ക സംഖ്യ, ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏതാണ്? 100 ശരിയല്ലേ? ആ 100-നോട് ശിഷ്ടമായിട്ടുള്ള 3 കൂടെ കൂട്ടുന്നു. അങ്ങനെ 103 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ശ്രേണിയിലെ ആദ്യത്തെ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് 103 ആയിരിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമുക്ക് അറിയാവുന്ന ആദ്യത്തെ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് 100. ഈ 100-നെ നമ്മുടെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു. അപ്പോൾ ശിഷ്ടം 0 കിട്ടിയത്. നമുക്ക് ബാക്കി ആ ശ്രേണിയിലുള്ള ബാക്കി ഏത് സംഖ്യയെയും 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 വരേണ്ടത്. നമുക്ക് വന്നത് എത്ര? ഇവിടെ 0 ആയിപ്പോയി. അപ്പോൾ ഈ 0യോട് എത്ര കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്? 3 കൂട്ടുമ്പോൾ അല്ലേ? അപ്പോൾ 0യോട് എത്രയാണോ കൂട്ടിയത് അതേ സംഖ്യ തന്നെ ഈ 100-നോടും കൂട്ടണം. അങ്ങനെയാണ് നമുക്ക് 103 കിട്ടിയത്. പിടികിട്ടിയോ? അങ്ങനെ എ ചോദ്യം കിട്ടി, ബി ചോദ്യം കിട്ടി. സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത കണക്കിൽ കാണാം.